ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ തന്നെ അധിനിവേശക്കാർ എന്ന് പറഞ്ഞ ഒരു പോർഷനാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. അപ്പോൾ ഒരു അധിനിവേശ മത്സ്യത്തിന് ഉദാഹരണമാണ് ഏത്? ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? ബാക്കിയുള്ള മത്സ്യങ്ങളെയെല്ലാം അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഈ മത്സ്യം വളർന്ന് പെരുകുകയും ചെയ്യും. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് ആഹാരബന്ധം എന്ന് പറഞ്ഞൊരു പോർഷനാണ്. നമ്മളത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആഹാര ശൃംഖലാ ജാലം എന്താണെന്നുള്ളത്. അതെന്താണ്? ആഹാര ശ്രേണികളുടെ ഒരു കോമ്പിനേഷനായിട്ട്, അതായത് ഇതിൽ തന്നെ പല ആഹാരബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് പറഞ്ഞ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. അതായത് ആഹാര ശൃംഖലാ ജാലത്തിൽ ഒരുപാട് ശ്രേണികളുണ്ടെന്ന് പറഞ്ഞു. അതിലുള്ള ഒറ്റ ശ്രേണിയിലെ ആഹാരബന്ധമാണെന്ത്? ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. അടുത്തതായി നോക്കുന്നത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എന്ന് പറഞ്ഞൊരു പോർഷനാണ്. അതിൽ പറയുന്നത് സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ്. ഏതെല്ലാം ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതെല്ലാമാണ്? ആദ്യമായി തന്നെ സൂര്യപ്രകാശം ആവശ്യമാണ്. അതുപോലെ തന്നെ ജലം ആവശ്യമാണ്. പിന്നീടോ പകൽ സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പം സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഏതാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കും. ഇലകളിലെ എന്താണ്? ഹരിതകം എന്ന വർണ്ണകമാണ് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അടുത്തതായി പറയുന്നത് ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണെങ്കിലും പല നിറത്തിലുള്ള ഇലകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമെന്നാണ്. ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചീരയുടെ ഇലയുടെ നിറമാണ് ചുവപ്പ്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഹരിതകം എന്താണെന്നുള്ളതാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിനി 3 കളറൂടെ നോക്കാനുണ്ട്. ആദ്യമായിട്ട് തന്നെ ചുവപ്പ്. ചുവപ്പിൻ്റെ വർണ്ണകം ഏതാണ്? ആന്തോ സയാനിൻ. ഓറഞ്ച് കരോട്ടിൻ. മഞ്ഞയുടേതോ? സാന്തോഫിൽ. ഇനി നോക്കാനുള്ളത് വാതക വിനിമയം സസ്യങ്ങളിൽ എന്ന് പറഞ്ഞ പോർഷനാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്നാണ്. അതേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കാര്യം ഇതിൽ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെയാണ്, മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. രണ്ടാമതാണ് ഓക്സിജൻ. അടുത്തത് ആർഗൺ. അത് കഴിഞ്ഞാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. സസ്യങ്ങളിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഇത്രയും കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? അതായത് നമ്മൾ ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇലകളിൽ ഇതിന് പ്രത്യേക ഭാഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? സ്റ്റൊമാറ്റ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉപകരണത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതാണ്
മൈക്രോസ്കോപ്പ്. എന്താണ് മൈക്രോസ്കോപ്പ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പോൾ മൈക്രോസ്കോപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റൊമാറ്റ എന്താണെന്നുള്ളതാണ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ, അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സൂക്ഷ്മ സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇലകളിലുള്ള ഈ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ പറയുന്നത് രാത്രികാലങ്ങളിൽ സസ്യങ്ങളിൽ ശ്വസനമാണ് നടക്കുന്നതെന്നാണ്. ആ സമയങ്ങളിൽ എന്ത് ചെയ്യും? ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. പ്രകാശ സംശ്ലേഷണ സമയത്ത് പകൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ആതിഥേയനും അതിഥികളും എന്ന് പറഞ്ഞൊരു പോർഷനാണ്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അടുത്തയാൾ മരവാഴയാണ്. മരവാഴ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഇത്തിൽക്കണ്ണിയാണ് അടുത്തയാൾ. ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഏത് സസ്യത്തിൽ നിന്നാണ്? മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അടുത്തയാളാണ് മൂടില്ലാത്താളി. ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇനി നമുക്ക് മരവാഴയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ചിത്രത്തിൽ 2 തരം വേരുകൾ കാണിക്കുന്നുണ്ട്. അടുത്തതായി പറയുന്നത് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന വേരുകളാണ് കട്ടി കൂടിയ വേരുകൾ. അത് എവിടേക്കാണ് വളർന്നു നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ ചുറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 2 വേരുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ കട്ടി കൂടിയ വേരെന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ വേരുകളോ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. എന്നാൽ മരവാഴകൾ വാസസ്ഥലത്തിനായി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ ഒരു പേര് പറയുന്നുണ്ട്, അതാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? ഓർക്കിഡുകൾ. ഇനി നോക്കാനുള്ളത് ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ ഉൾപ്പെടുന്ന ഒരു ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അർദ്ധപരാത സസ്യത്തിനൊരു എക്സാമ്പിൾ ഏതാണ്? ഇത്തിൽക്കണ്ണി. മൂടില്ലാത്താളിയാണ് അടുത്തത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണപരാതങ്ങൾക്കൊരു എക്സാമ്പിൾ ഏതാണ്? മൂടില്ലാത്താളി. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്